യെശയ്യാ പറഞ്ഞിരിക്കുന്നത് തന്നെ യേശു. യെശയ്യാ 7:14 യേശുവിനെ പറ്റി പറഞ്ഞിരിക്കുന്നു. യുവതി ഗർഭം ധരിച്ച് ഇമ്മാനുവൽ കുഞ്ഞ് പ്രസവിക്കും. ഇമ്മാനുവൽ എന്ന പേര്. മിക്ക 5:2 പറയുന്നു അത് തന്നെ പ്രവാചകനിൽ കൂടി യേശുവിനെ പറ്റി. ആമോസ് പ്രവാചകനിലും നാം കാണുന്നു, എല്ലാ പ്രവാചകന്മാരിലും കാണുന്നു കർത്താവ് വരുന്നു വരുന്നു വരുന്നു. ആ യേശു, ആ 2000 അതേ യേശു തന്നെയാണ് ഇന്ന്. അതേ പ്രവർത്തനം തന്നെയാണ്. പക്ഷേ കൃപ കിട്ടാത്ത കൊണ്ടാണ്. നാം കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. വചനമില്ലെങ്കിൽ കൃപയില്ല. കൃപയാകട്ടെ ഈ സത്യവും യേശുവാണ്. യോഹന്നാൻ സുവിശേഷം 1-ാം അധ്യായത്തിൽ 14-17 വചനം. കൃപയും സത്യവും യേശുവാണ്. അത് എബ്രായർ 4:16 വാക്യത്തില് കൃപയും കരുണയും തരുന്നത് സ്വർഗത്തിൽ നിന്നാണെന്ന്. യോഹന്നാൻ 3:27 സ്വർഗത്തിൽ നിന്നാണ് ഇതെല്ലാം നമുക്ക് വർഷിക്കുന്നത്, സകലതും വർഷിക്കുന്നത്. പിതാവിനാൽ ആകർഷിക്കുകയും കൃപ തരുമ്പോഴും മാത്രമേ നാം കർത്താവിലോട്ട് എല്ലാവരും വരികയുള്ളൂ. വിളിച്ചാൽ പോരാ, തിരഞ്ഞെടുപ്പ് നടക്കണം. യോഹന്നാൻ 6:44 65. അതുകൊണ്ടാണ് വിശുദ്ധ പത്രോസ് പറയുന്നത് 2 പത്രോസ് 1:10 നമ്മളെ വിളിച്ച് ആ വിളി ഉറപ്പിക്കണമെന്ന്. ആ വിളി ഉറപ്പിക്കണമെങ്കിൽ നാം വിശ്വാസത്തിലോട്ട് വരണം. കർത്താവിൽ യേശു. അത് ഏത് തരം വിശ്വാസമായിരിക്കണമെന്ന് നാം അറിയണം. അതിനാണ് പത്രോസ് പറയുന്നത് 2 പത്രോസ് 1:1-15 വചനത്തിലുള്ള വിശ്വാസത്തിൽ കൂടി നാം വരണം.